ദൈവനാമം മഹത്വപ്പെടട്ടെ. വീണ്ടും ഒരു ക്രിസ്മസ് 2024. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ലോകമെമ്പാടും ഓർക്കുന്ന ഒരു ക്രിസ്മസ് കാലം. എന്താണ് നാം മനസ്സിലാക്കേണ്ട സത്യങ്ങൾ? യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിശദമായി ബൈബിളിൽ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ടല്ലോ. പ്രധാനമായും ലൂക്കോസ് 2-ാം അധ്യായം 9, 10, 11 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാനവജാതിക്കും വേണ്ടി നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്ന വലിയൊരു സദ്വാർത്ത, മഹാസന്തോഷം. ആമേൻ. ഇതാണ് ക്രിസ്തുമസിൻ്റെ അർത്ഥം. യേശു ക്രിസ്തു എന്ന രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ, ദൈവപുത്രൻ നിങ്ങൾക്കായി, എനിക്കായി ജനിച്ച ആ തിരുപ്പിറവിയെ ലോകം ഓർക്കേണ്ടതായ സുദിനം. ഈ കാലഘട്ടത്തിലായിരിക്കുന്ന നമുക്ക്, ഒരു വിശ്വാസിക്ക് ഇന്ന് കാണുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ ദൈവമക്കൾക്ക് എപ്രകാരം വിലയിരുത്താം? മനസ്സിനൊരു സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടോ? അതോ ഈ ആഘോഷ തിമർപ്പുകൾ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നുണ്ടോ? ഒന്ന് ആത്മശോധന ചെയ്യാം. ഒരു ക്രിസ്തീയ ഭവനത്തിലേക്കൊന്ന് കടന്നു ചെന്നാൽ അവിടെ ആകെ പ്രകാശപൂരിതമാണ് അല്ലേ? എണ്ണമില്ലാത്ത നക്ഷത്രങ്ങൾ, പടുകൂറ്റൻ ക്രിസ്മസ് ട്രീ, പുൽക്കൂട്, അതിലിടയന്മാർ, ആടുകൾ, നടുവിൽ ജീവനില്ലാത്തൊരു കുഞ്ഞു യേശു. ഇതെല്ലാം വന്നാലേ അവിടെ സന്തോഷമുള്ളൂ അല്ലേ? പ്രിയ ദൈവമക്കളെ, കേവലം ആഘോഷങ്ങളും കൂടിവരവുകളും മാത്രമായി ഒതുങ്ങേണ്ടതാണോ ഈ ക്രിസ്മസ്? ഇതൊന്നും വേണ്ടെന്നല്ല പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പർക്കുള്ള ലേഖനത്തിൽ 4:4 കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെ പറയുന്ന വാക്ക് നാം ശ്രദ്ധിക്കണം. ആരിലാണ് സന്തോഷിക്കേണ്ടത്? കർത്താവിൽ, ഇൻ ക്രൈസ്റ്റ് നമ്മൾ സന്തോഷിക്കണം. സ്തോത്രം. ഈ ആഘോഷങ്ങളും കൂടിവരവും കർത്താവിന് പ്രസാദകരമാണോ എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ദൈവം നമുക്ക് തരുന്ന സമയം നമ്മുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും നല്ല ബന്ധങ്ങൾ ദൈവവചനാടിസ്ഥാനത്തിൽ വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, എന്നാൽ ക്രിസ്മസിൻ്റെ ആഴം, അർത്ഥം, അതിൻ്റെ ഉദ്ദേശം നാം ഒരിക്കലും മറന്നു കളയരുത്. സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ആമേൻ. ദാവീദിൻ്റെ പട്ടണത്തിൽ ബേത്ലഹേമിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ സത്യം നാം അറിഞ്ഞിരിക്കണം. അവസരം കിട്ടിയാൽ എന്ത് ചെയ്യണം? മറ്റുള്ളവരോടൊന്ന് പറയണം. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ചത്, ജീവിച്ചത്, മരിച്ചത്, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത്, ഇനി വീണ്ടും വരുന്നത് എല്ലാം നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ് എന്ന വസ്തുത ഇതിനിടയിൽ മറന്നു പോകരുതേ. ഇത് നാം മറ്റുള്ളവരോട് പറയാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ജനിച്ചതുപോലെ ഈ ലോകത്തിൽ ആരും ജനിച്ചിട്ടില്ല. ഒരത്ഭുത ജനനമല്ലേ? കാരണം രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ, യെശയ്യാവ് പ്രവാചകൻ പറയുന്നു, വീരനാം ദൈവം, നിത്യപിതാവ്, അത്ഭുത മന്ത്രി, സമാധാനപ്രഭു, ഉന്നതിയെ വെടിഞ്ഞ് ഈ താണ ഭൂമിയിൽ മനുഷ്യവേഷമെടുത്ത് ഇറങ്ങി വന്നു. കന്യകയായ മറിയത്തിൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായി. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ വംശാവലിയാണല്ലോ നാം കാണുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ അബ്രഹാം ഇസാക്കിനെ ജനിപ്പിച്ചു എന്ന് തുടങ്ങി എല്ലാവരെയും ജനിപ്പിച്ചു എന്നല്ലേ നാം കാണുന്നത്. എന്നാൽ ആ 1:16 യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. നോക്കണം, അതുവരെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ കാര്യം വന്നപ്പോൾ എന്താ പറയുന്നത്? യേശു ജനിച്ചു എന്നാണ് പറയുന്നത്.
നമ്മളൊരു ഒഴുക്കിൽ വായിച്ചു പോവും. ഈ ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. ജനിപ്പിച്ചതല്ല, സ്തോത്രം. പുരുഷ സ്ത്രീയുടെ ഇഷ്ടത്താൽ കുടുംബജീവിതത്താൽ ഉളവായതല്ല ക്രിസ്തു. പരിശുദ്ധാത്മാവിനാൽ ജനിച്ചതാണ്. എന്തിനു വേണ്ടിയാ? അവതാര ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത് എന്തൊക്കെയാണ്? ഇവ ഓർക്കാതെ ഈ ആഘോഷങ്ങളുടെ പുറകെ പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരിക്കുമോ? അതുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നയിച്ചാൽ അനുഗ്രഹപൂർണമായി തീരും. ആരാണ് കർത്താവായ യേശുക്രിസ്തു? എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരകാല പ്രജ പോലെ ജീവനുള്ള ദൈവത്തെ, ക്രിസ്തുവിനെ കണ്ടെത്തിയ അപ്പോസ്തലനാണ് അനുഗ്രഹീതനായ പൗലോസ്ലീഹ. അപ്പോസ്തലനായ പൗലോസ് യേശു കർത്താവിനെ മുഖാമുഖം കാണുന്ന ഒരു പശ്ചാത്തലം അപ്പോസ്തല പ്രവൃത്തികളിൽ 9:5 കാണുന്നുണ്ട്. പൗലോസ് യേശുവിനോട് ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ? യേശു പറയുന്നു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. മറിയത്തോട് ദൂതൻ പ്രത്യക്ഷമായി പറഞ്ഞതോ ഇങ്ങനെയാണ്, അവൻ മനുഷ്യരെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. സ്തോത്രം. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് പാപികളുടെ രക്ഷകനായും മാനവകുലത്തിൻ്റെ വിമോചകനായിട്ടുമാണ്. പാപികൾക്ക് പല രക്ഷകന്മാരൊന്നുമില്ല. പാപിക്ക് ഒറ്റ രക്ഷകനേ ഉള്ളൂ. അതാരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. ആമേൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് അപ്പോസ്തല പ്രവൃത്തികൾ 4:12 പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അങ്ങനെയാണെങ്കിൽ പൗലോസല്ല, ശൗൽ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? സഭയെ ഉപദ്രവിച്ചവനായ ശൗൽ, ദൈവസഭയെ തകർക്കുവാൻ ശ്രമിച്ചവനായ ശൗൽ, അപ്പോസ്തലന്മാരെ പീഡിപ്പിച്ചവനായ ശൗൽ, സൂര്യനെ വെല്ലുന്ന ആ പ്രഭാകിരണങ്ങൾ തൻ്റെ മുഖത്തേക്ക് ഏറ്റുകൊണ്ട് വാഹനമൃഗമായ കുതിരയുടെ മുകളിൽ നിന്ന് നിലത്ത് വീണ് കിടന്നുകൊണ്ട് അവൻ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? തർസോസുകാരനായ ശൗൽ ചോദിച്ച ഈ ചോദ്യത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ലോകത്തിൽ പലരും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, യേശു ആരാണ്? യേശു എന്തിനാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്? വാസ്തവമായി കർത്താവിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ, യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, 33.5 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവ് 150 കിലോമീറ്ററിൽ കൂടുതൽ യേശു യാത്ര ചെയ്തിട്ടേയില്ല. 150 കിലോമീറ്ററിനകത്തേ കർത്താവ് സഞ്ചരിച്ചിട്ടുള്ളൂ. ലോകത്തിലൊരു ബിരുദവും എടുത്തിട്ടില്ല. ലോകത്തിൻ്റെ 5 വൻകരകളിലും എന്നാൽ ഈ നാമത്തെ മനുഷ്യർ ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രായഭേദമന്യേ ആരാധിക്കുന്നു. 2000-ലധികം തലമുറകൾ ഈ നാമത്തിൻ്റെ സാക്ഷികളായി മാറിയിട്ടുമുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ലഭ്യമായ രക്ഷയുടെയും ലഭ്യമായ വിടുതലിൻ്റെയും നിത്യജീവൻ്റെയും അനുഭവസ്ഥരായി. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ഞങ്ങൾ കെട്ടുകഥകൾ കേട്ട് ഇറങ്ങിയവരല്ല, കെട്ടുകഥകളിൽ വിശ്വസിച്ചവരുമല്ല, ഞങ്ങൾ അവൻ്റെ അമേൻ മഹിമ കണ്ട സാക്ഷികളാകുന്നു. 150 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്യാത്ത, കേവലം 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച 5 വൻകരകളിലും ആളുകളുടെ രക്ഷകനാണ്. പിന്നത്തേതിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസായി മാറിയ ശൗൽ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവതാര ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളൊന്ന് വായിക്കാം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ആമേൻ. നമ്മൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് ജഡവും മാംസവും രക്തവും ഉള്ളവരാണ് നാം. യേശുവും നമ്മെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ഭൂമിയിലേക്ക് വന്നു. പാപമൊഴികെ അവൻ സകലത്തിലും നമുക്ക് തുല്യനായി തീർന്നു. നമ്മെപ്പോലെ അവന് വിശന്നു, ദാഹിച്ചു, അവൻ കരഞ്ഞു, പലയിടത്തും അപമാനങ്ങളേറ്റു. എന്നാൽ പാപമൊഴികെ അവൻ സകലത്തിലും നമ്മെപ്പോലെയായതിന് കാരണം നമ്മെ മനസ്സിലാക്കുവാൻ, നമ്മെ തിരിച്ചറിയുവാൻ, നാം കടന്നുപോയ വഴിയിലൂടെ കടന്നുപോയിക്കൊണ്ട് നമ്മെ വിടുവിക്കുവാൻ അവൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായിരുന്നു. സ്തോത്രം.
അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒരു പെസഹ കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു, അത് ക്രിസ്തു യേശു തന്നെയെന്ന്. യേശു ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് പറയാം, അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു. അവൻ പാപികളുടെ രക്ഷകനാകുന്നു. അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു. രക്ഷ പ്രാപിപ്പാൻ പല വഴികളൊന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതാരാണ്? യേശു ക്രിസ്തു തന്നെ. നീതീകരണം പ്രാപിക്കാൻ ഇതേ മാർഗമുള്ളൂ, യേശു ക്രിസ്തു തന്നെയാണത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും യേശു ക്രിസ്തു എന്ന ഒറ്റ വഴിയേ ഉള്ളൂ. ആമേൻ. പിതാവിൻ്റെ അടുക്കൽ എത്താനും യേശു ക്രിസ്തു എന്ന ഒറ്റ വഴിയേ ഉള്ളൂ. സ്വർഗത്തിലെത്താനും ഇതേ മാർഗമുള്ളൂ. ആ വഴിയിലൂടെ സഞ്ചരിച്ചവരാരും നരകത്തിലെത്തിയിട്ടില്ല. ആ വഴിയിലൂടെ സഞ്ചരിച്ചവർക്ക് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവരൊക്കെയും നിത്യജീവന അവകാശികളായിട്ടുമുണ്ട്. സ്തോത്രം. ഈ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1:15-16 വാക്യങ്ങളിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദ്യ ജാതനുമാകുന്നു. 2:9 അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ആ പദം വളരെ ശക്തമാണ് പ്രിയപ്പെട്ടവരെ. യേശു പകുതി മനുഷ്യനും പകുതി ദൈവമൊന്നുമല്ല. യേശു സമ്പൂർണനായ ദൈവമാണ്. അവൻ പൂർണ്ണനായ ദൈവം. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്നു. അത് മറ്റൊന്നിനുമല്ല പ്രിയപ്പെട്ടവരെ, മക്കൾ ജഡരക്തങ്ങളായതുകൊണ്ട് അവൻ നമ്മെ വിടുവിപ്പാൻ ജഡരക്തങ്ങളോട് കൂടിയവനായി ഭൂമിയിൽ കടന്നു വന്നു. മരണത്തിൻ്റെ അധികാരിയായ പിശാചിൻ്റെ കയ്യിൽ നിന്ന് എന്നെയും നിങ്ങളെയും വിടുവിക്കുവാൻ വേണ്ടിയാണ്. യേശു ആരെന്ന ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങളും വിളിച്ചു പറയുമ്പോൾ നമുക്ക് പറയാം, അവൻ നമ്മുടെ രക്ഷകനാണ്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, വിമോചകനാണ്. എല്ലാറ്റിനുമുപരി അവൻ നമുക്ക് സർവവുമാണ്. സ്വർഗത്തിൽ വെളിച്ചമാണ്. ആ വെളിച്ചം ദൈവകുഞ്ഞാടായ യേശുക്രിസ്തു തന്നെയാണ്. നരകത്തിൽ ഇരുട്ടാണല്ലേ പ്രിയപ്പെട്ടവരെ. അതിൻ്റെ എന്താണ് കാരണം? ഇരുട്ടിൻ്റെ അധികാരിയായ സാത്താനാണ് അവിടെ അധിപത്യം. നരകമായി പോയതിൻ്റെ കാരണം വെളിച്ചമാകുന്ന ക്രിസ്തു അവിടെ ഇല്ലാത്തതിനാലാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ ആബ്സെൻസ്. എന്നാൽ സ്വർഗമായിരിക്കുന്നതിൻ്റെ കാരണം യേശുക്രിസ്തുവിൻ്റെ പ്രസൻസ് ആണ്. ആമേൻ. യോഹന്നാൻ 1:9 ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും യോർദാൻ അക്കരെയുള്ള നാടും ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരുന്ന ദേശം വലിയൊരു വെളിച്ചം കണ്ടു എന്ന പ്രവചനം, യെശയ്യാവ് നിമിത്തം എഴുതപ്പെട്ട പ്രവചനം സ്ഥിരീകരിക്കപ്പെട്ടത് യേശുക്രിസ്തുവിലൂടെയാണ്. സ്തോത്രം. ഇരുട്ടിൽ തപ്പിത്തടയുന്നവരെ വെളിച്ചത്തിലേക്ക് നടത്താനാണ് പ്രിയ സഹോദരങ്ങളെ ക്രിസ്തു വന്നത്. ക്രിസ്തു ആരാണ്? അവൻ ശലോമോനേക്കാൾ വലിയവനാണ്. മത്തായി 12:42 പറയുന്നു, അവൻ ദൂതന്മാരെക്കാൾ വലിയവനാണ്. പ്രിയപ്പെട്ടവരെ, എബ്രായർ 1:6 ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. വെളിപ്പാട് 4:11 രാപ്പകൽ ദൂതന്മാർ അവനെ ആരാധിക്കുന്നു. യേശു മാത്രം വലിയവനാകുന്നു. ആ കർത്താവിൻ്റെ ജനനമാണ് നാം ഓർക്കുന്നത്. ഈ ക്രിസ്മസ് സീസണിൽ യേശു എല്ലാവരിലും ജനിക്കട്ടെ. വഴിയമ്പലത്തിൽ അവനെ ഇടമില്ലായകയാൽ ശിശുവിനെ പശുത്തൊട്ടിയിൽ കിടത്തിയെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ, ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കുകൊണ്ടും തിരസ്കരണങ്ങൾ കൊണ്ടും പാരമ്പര്യങ്ങൾ കൊണ്ടും സ്വാർത്ഥതകൾ കൊണ്ടും അഹങ്കാരങ്ങൾ കൊണ്ടും ക്രിസ്തുവിനെ നിങ്ങൾക്ക് ലഭിക്കാതെ പോകരുത് പ്രിയപ്പെട്ടവരെ. ഈ രക്ഷകനെ നിങ്ങൾ അറിയാതെ പോകരുത്. അവനെ നിങ്ങൾ അനുഭവിക്കാതെ പോകരുത്. വെളിച്ചമാകുന്ന ആ കർത്താവ് നിങ്ങളിൽ വസിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ യേശുവിനായിട്ടൊന്ന് തുറന്നു കൊടുക്കാമോ? ഒരു തീരുമാനം ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എടുക്കാമോ? അവിടുത്തെ ജനനം ലോകം മുഴുവൻ കേവലം ആഘോഷങ്ങളിൽ ഒതുക്കി കളയുമ്പോൾ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവേ അവിടുന്ന് കടന്നു വരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ രക്ഷിതാവും കർത്താവുമായി അവിടുന്ന് വസിക്കണമേ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു.
സർവ്വലോകത്തിനും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് ജനിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവേ, വിലയേറിയ ഈ അവസരത്തിനായിട്ട് അടിയൻ നന്ദി പറയുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.